കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കാഞ്ഞിരക്കൊല്ലി സ്വദേശി 31-കാരനായ നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. സുമേഷ് മോറാഴ ചേരുന്നു വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ടോം, അല്പസമയം മുമ്പായിരുന്നു ഇത്തരം ഒരു ആക്രമണമുണ്ടായത്. കാഞ്ഞിരക്കൊല്ലി ആമർത്തോട് സ്വദേശി മടത്തെടുത്ത് വീട്ടിൽ നിതീഷാണ് കൊല്ലപ്പെട്ടത്. ഈ വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ബൈക്കിലെത്തിയ രണ്ടുപേർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. അതാണ് ദൃക്സാക്ഷി മൊഴിയായി പോലീസ് പറയുന്നത്. ഇവരുടെ ആക്രമണത്തിൽ ഇവരുടെ ഭാര്യ ശ്രുതിക്കും സാരമായ പരിക്കുണ്ട്. അതായത് ഈ ആക്രമണം തടയാൻ ശ്രമിക്കുകയായിരുന്നു ഭാര്യ. ഇവർ രണ്ടുപേരും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് സാരമായ പരിക്കുണ്ട്. പുതിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കൊലപാതക കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം? അതായത് പണമിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? അതായത് തൊഴിൽപരമായി ബന്ധപ്പെട്ടും പ്രയാസമുണ്ട്. ഇദ്ദേഹം ഈ കൊല്ലപ്പണിക്കാരനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തമ്മിൽ ഇതിനു മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വഴക്കോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. വീട്ടിൽ കയറി കൊലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇത് ഈ കൊല്ലപ്പെട്ട നിതീഷ് ബാബുവിന് ശത്രുക്കളോ മറ്റും ഉണ്ടായിരുന്നോ? ഇതിന്റെ സംഭവം എന്താണ്? ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഈ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആരായിരിക്കാം? ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളുണ്ടോ? പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സുമേഷ്, ടോം, അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതുമായി ഇതാണോ ഇത്തരം ഒരു ആക്രമണത്തിന് വഴിവെച്ചത്? ഇതാണ് ഇപ്പോൾ പോലീസ് ആദ്യം പരിശോധിച്ചത്. ഏതായാലും പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. രണ്ടുപേരെത്തി വീട്ടിൽ കയറുന്നു, യുവാവിനെ വെട്ടി കൊലപ്പെടുത്തുന്നു. ഇതായിരുന്നു ഇപ്പോൾ സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത സമയങ്ങളിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത്. കാഞ്ഞിരക്കൊല്ലി സ്വദേശി 31-കാരനായ നിതീഷ് ബാബുവിനെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു. ഈ ആക്രമണം തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.